ക്ലാസ് സ്ട്രക്ചറൽ ആൻഡ് ഇറിഗേഷൻ ഡ്രോയിങ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഫോട്ടിങ്സിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യും. ഇതിലൊരു ടൈപ്പ് ഓഫ് ഫോട്ടിങ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഐസൊലേറ്റഡ് കോളം ഫോട്ടിംഗ്. അതിനെ എങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസൊലേറ്റഡ് കോളം ഫോട്ടിംഗ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഫൂട്ടിംഗ് മീൻസ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനെയാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫൂട്ടിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതിലൊരു മെയിൻ ടൈപ്പാണ് ഐസൊലേറ്റഡ് കോളം ഫൂട്ടിംഗ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ബിൽഡിങ്സിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് കൂടിയാണ് കോളം ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് കോളം ഫൂട്ടിംഗ്. അതായത് ഒരു സിംഗിൾ കോളത്തിന് നമ്മളൊരു സിംഗിൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ സെപ്പറേറ്റ് കോളത്തിന് സെപ്പറേറ്റ് ഫൂട്ടിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെയും ഫൂട്ടിങ്സ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് കോളത്തിന് ഒരു സിംഗിൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. അതിനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കാം. പിന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നൊരു ടൈപ്പ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് വോൾ ബിൽഡിങ്ങിനും ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക, ഒരു സിംഗിൾ ഫൗണ്ടേഷൻ കൊടുക്കുക. ആ ഒരു ഫൗണ്ടേഷനിൽ തന്നെ ആയിരിക്കും എല്ലാ കോളംസും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗ്രില്ലേജ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്, സ്ട്രിപ്പ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്. ഇങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് വരുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നത് ഐസൊലേറ്റഡ് കോളം ഫൂട്ടിങ്ങിനെയാണ്. ഈ ഐസൊലേറ്റഡ് കോളം ഫൂട്ടിംഗ് തന്നെ രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ റെക്റ്റാങ്കുലർ കോളം ഫൂട്ടിംഗ്, സെക്കൻഡ് സർക്കുലർ കോളം ഫൂട്ടിംഗ്. ഇതിൽ എക്സാംസിന് മെയിനായിട്ട് ചോദിക്കുന്നത് റെക്റ്റാങ്കുലർ കോളം ഫൂട്ടിങ്സ് ആണ്. അതുപോലെ സർക്കുലർ കോളം ഫൂട്ടിംഗ് ചോദിക്കാം. ഇനി നമുക്ക് ഒരു റെക്റ്റാങ്കുലർ കോളം ഫൂട്ടിങ്സിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: ആൻ RCC സ്ക്വയർ കോളം ഫൂട്ടിംഗ് ഹാസ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ക്വയർ കോളത്തിനെയാണ്. ആ സ്ക്വയർ കോളത്തിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ മെഷർമെൻറ്റ്സും 1 by 1 ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് കോളത്തിൻ്റെ സൈസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 350 × 350 mm. ഒരു സ്ക്വയർ കോളാണ്, 350 ആണ് അതിൻ്റെ ഒരു സൈഡ് ഡയമെൻഷൻ വരുന്നത്. ക്ലിയർ കവർ കോളം ടു റീൻഫോഴ്സ്മെൻറ്റ് 40 mm. കോളത്തിൽ കൊടുക്കുന്ന കവറിൻ്റെ സൈസാണ് 40 mm. കോളം റീൻഫോഴ്സ്മെൻറ്റ് 8 numbers 16 mm ഡയ. 16 mm ഡയുള്ള 8 കോളം റീൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാറ്ററൽ ടൈസ് 8 mm ഡയ അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ലാറ്ററൽ ടൈസ് കൊടുക്കുന്നുണ്ട് കോളത്തിൽ. അതിൻ്റെ സ്റ്റീലിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 8 mm. അതുപോലെ തന്നെ അതിൻ്റെ സ്പേസിങ് തന്നിട്ടുണ്ട് 150 mm സെൻറ്റർ ടു സെൻറ്റർ. കോളം ഫൂട്ടിംഗ് ഫസ്റ്റ് ഇനി ഓരോന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോളം ഫൂട്ടിങ്ങിൽ ലീൻ കോൺക്രീറ്റ് വരുന്നുണ്ട്. ലീൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം മോസ്റ്റിൽ കൊടുക്കുന്ന ഒരു PCC ആണ്. അതിൻ്റെ സൈസ് ഇവിടെ തന്നിട്ടുണ്ട് 2100 × 2100 × 120 mm. അവിടെ തിക്നെസ്, ഇതൊരു സ്ക്വയർ ആണ്, തിക്നെസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 120 mm. പിന്നെ അതിൻ്റെ എബോവ് വരുന്ന പോർഷനാണ് സ്ക്വയർ ഫൂട്ടിംഗ്. അത് RCC ആണ്. അതിൻ്റെ ഡയമെൻഷൻസ് അവിടെ തന്നിട്ടുണ്ട് 1800 × 1800 × 250 mm. അപ്പോൾ 250 mm അത് അവിടുത്തെ തിക്നെസ്. നെക്സ്റ്റ് പിരമിഡൽ ഫൂട്ടിംഗ്. പിരമിഡൽ ഷേപ്പിലാണ്, അതുകൊണ്ടാണ് അതിനെ പിരമിഡൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് 600 mm തിക്ക്. അതിൻ്റെ ടോപ്പ് ഡയമെൻഷൻ, പിരമിഡിനൊരു ടോപ്പും ബോട്ടം ഡയമെൻഷനും ഉണ്ടാവും അല്ലേ, അതിൻ്റെ ടോപ്പ് ഡയമെൻഷനാണ് 500 × 500 mm. അതിൻ്റെ ബോട്ടം ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെയാണ്, 1800 × 1800 mm. പിന്നെ വരുന്നത് ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻ്റ് ആണ്. ഫൂട്ടിങ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് 12 mm ഡയ ഉള്ള സ്റ്റീലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 12 numbers യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ഡയറക്ഷനിലും. നമുക്ക് 2 ഡയറക്ഷൻ ഉണ്ട്, ആ ഓരോ ഡയറക്ഷനിലും
12 നമ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൽ വരച്ച് ഡീറ്റെയിലിംഗ് ചെയ്യാനുള്ളത് പ്ലാൻ ഓഫ് ഫൂട്ടിംഗ് വിത്ത് റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കോളം റെയിൻഫോഴ്സ്മെൻറ്റ്, സെക്ഷണൽ എലിവേഷൻ ഷോയിങ് റെയിൻഫോഴ്സ്മെൻറ്റ്സ്. അതായത് ഫസ്റ്റ് എന്താണ് വരയ്ക്കേണ്ടത്? ഒരു പ്ലാനാണ് വരയ്ക്കുന്നത്. ആ കോളം ഫൂട്ടിങ്ങിൻ്റെ, ഐസൊലേറ്റഡ് കോളം ഫൂട്ടിങ്ങിൻ്റെ പ്ലാന് വരയ്ക്കണം. അതിൽ കോളം റെയിൻഫോഴ്സ്മെൻ്റ് ഒക്കെ കാണുന്ന രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് സെക്ഷണൽ എലിവേഷൻ ഷോയിങ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഒരു സെക്ഷണൽ എലിവേഷൻ, ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എലിവേഷൻ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യണം. ഒരു റെക്റ്റാങ്കുലർ കോളം ഫൂട്ടിങ് ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിന് മുൻപേ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് നോക്കാം. ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റെക്റ്റാങ്കുലർ കോൺക്രീറ്റ് സ്ട്രക്ചറാണ് ലീൻ ഫൂട്ടിംഗ്. ഏറ്റവും താഴെ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ലീൻ ഫൂട്ടിംഗ്. അതിനെ PCC എന്നും പറയും. ഈ ഒരു ലീൻ ഫൂട്ടിങ്ങിലാണ്, ഈ ലീൻ ഫൂട്ടിങ്ങിൽ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലീൻ ഫൂട്ടിംഗ് ഒരു സ്ക്വയറിൽ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസും ഇവിടെ തന്നിട്ടുണ്ട്. 2100 × 2100 × 120. തിക്നെസ് ആണ് 120 mm എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ, അതായത് ഈ ഒരു ലീൻ ഫൂട്ടിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കോളത്തിന് ഇൻസൈഡായി വരുന്ന സ്ട്രെസ്സസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോളത്തിന് വരുന്ന സ്ട്രെസ്സസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീൻ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാർട്ടാണ് സ്ക്വയർ ഫൂട്ടിംഗ്. ഈ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിന് നമ്മൾ PCCയുടെ അത്ര തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുക്കുന്നില്ല, ഡയമെൻഷൻസ് കൊടുക്കുന്നില്ല. സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1800 × 1800 × 250 mm. 250 mm ആണ് തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ അടുത്ത പാർട്ടാണ് പിരമിഡൽ ഫൂട്ടിംഗ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പിരമിഡിൻ്റെ സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിനെ പിരമിഡൽ ഫൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഫൂട്ടിങ്ങിന് ഒരു ടോപ്പ് ഡയമെൻഷനും അതുപോലെ തന്നെ ഒരു ബോട്ടം ഡയമെൻഷൻസും ഉണ്ട്. ഇതിൻ്റെ ബോട്ടം ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ടോപ്പ് ഡയമെൻഷന് കൊടുത്തിട്ടുണ്ട് 500 × 500. അപ്പോൾ അതിൻ്റെ എബോവ് പോർഷനായിട്ട് എന്താണ്, കോളംസ് വരുന്നുണ്ട് അല്ലേ? ആ കോളത്തിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് പിരമിഡിൻ്റെ ടോപ്പ് ഡയമെൻഷനേക്കാളും കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ കോളത്തിൻ്റെ ഡയമെൻഷൻ അവിടെ തന്നിട്ടുണ്ട് 350 × 350 mm. ഈ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യണം. എവിടെയാണ് ഫൂട്ടിംഗ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുക. അതിലാദ്യം ലീൻ കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മുകളിലാണ് നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൽ തന്നെ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 75 mm ബോട്ടം കവർ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൽ റീൻഫോഴ്സ്മെൻറ്റ് ഒരു മെഷ് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 12 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ് ഓരോ ഡയറക്ഷനിലും കൊടുക്കേണ്ടത്. അത് 12 mm ഡയമീറ്റർ ആണ് ബാർസിൻ്റെ സൈസ് ഡയമീറ്റർ വരുന്നത്. അതിൽ സൈഡ്സ് കവർ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു മിനിമം കവർ പ്രൊവൈഡ് ചെയ്യാം. ഒരു 50 mm ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡ് കവർ 50 mm കൊടുക്കാം. 50 to 75 ആണ് ആ ഒരു മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്, മിനിമം ടു മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ബോട്ടം പോർഷനിൽ PCC കൊടുത്തിട്ടുണ്ട്. അതിന് എബോ പോർഷനായിട്ട് നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ സ്ക്വയർ ഫൂട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മെഷ് രൂപത്തിലാണ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബാർസ് 12 mm ആണ്, ഡയമീറ്ററുള്ള ബാർസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡയറക്ഷനിലും 12 നമ്പേഴ്സ് ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ സ്പേസിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് ഒരു കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ക്വയർ ഫൂട്ടിങ് ബോട്ടത്തിൽ നിന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് ആ റീൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള ആ ഒരു തിക്നെസ് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് വെച്ചാൽ 75 mm ആണ്. അതുപോലെ തന്നെ സൈഡ് വൈസ് നമ്മൾ ഒരു മിനിമം കവറാണ് കൊടുക്കുന്നത്, 50 mm കവർ. അപ്പോൾ ഇനി ഈ ഒരു കോളം ഫൂട്ടിങ്ങിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ റീൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കോളം റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ആ മെഷൊക്കെ ഡെവലപ്പ് ചെയ്തില്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോളം ഫൂട്ടിങ്സ് കൊടുക്കുന്നത്. കോളം റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ടത്തിൽ ആ ഒരു കോളം റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ, അതിൻ്റെ ബോട്ടം സൈഡ് നമ്മളെന്താണ് ഒരു ബെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബാർസും അതുപോലെ തന്നെ ബെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളം ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോളം ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 8 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ്. അതുപോലെ തന്നെ 60 mm ഡയമീറ്റർ ആണ് അതിൻ്റെ സൈസ്. ഈ കോളം റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ടം സൈഡ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അല്ലേ, അതിനെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയും. ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത് നമുക്ക് കോഡിൽ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പം അതൊന്നും നോക്കണ്ട, ഒരു ലെങ്ത് ജസ്റ്റ് കൊടുത്താൽ മതി, ബോറാവാത്ത രീതിയിൽ ഒരു ലെങ്ത് നിങ്ങൾ കാണിച്ചാൽ മതി. ഈ ഒരു കോളത്തിൽ തന്നെ ലാറ്ററൽ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 mm ഡയ ഉള്ള സ്റ്റീൽ ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 150 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണ് ലാറ്ററൽ ടൈസിന് കൊടുക്കുന്നത്. ഒരു കോളത്തിൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ മിനിമം 4 നമ്പേഴ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. മിനിമം ആണ് പറയുന്നത്, 4 നമ്പേഴ്സ് വേണം. ഇവിടെ നമ്മൾ 8 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. നമുക്ക് ഇനി അടുത്തത് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. ഇതാണ് ഈ ഫൂട്ടിങ്ങിൻ്റെ ഒരു സെക്ഷണൽ എലിവേഷൻ ഡ്രോയിങ്. നമുക്ക് അതിൻ്റെ അക്രോസ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സെക്ഷൻ കട്ട് ചെയ്തതിൽ അവിടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. നമുക്ക് റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണിത്. നിങ്ങളതിനെ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് ചേർക്കാം. അപ്പോൾ എന്താണ്, ഫസ്റ്റ് പ്ലാന് വരയ്ക്കുക, ടോപ്പ് പ്ലാന് വരയ്ക്കുക, അതിനുശേഷം അതിൻ്റെ സെക്ഷൻ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡ്രോ ചെയ്യാനുള്ളത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ വരുന്ന ഒരു സെക്കൻഡ് ടൈപ്പാണ് സർക്കുലാർ കോളം ഫൂട്ടിങ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ തന്നതിൽ നമുക്കെന്താണ് ഡയമെൻഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഷേപ്പിനൊരു വ്യത്യാസം വരുന്നുണ്ട്. സ്ക്വയർ ഉള്ളത് സർക്കുലാർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ലെങ്ത് പോർഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിട്ട് മാറും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 350 mm ആണ്, ഡയമീറ്റർ ആണ്. കവർ കൊടുക്കുന്നത് 40 mm കവറാണ് നമ്മൾ കൊടുക്കുന്നത്, കോളം കവർ. പിന്നെ കോളം റീൻഫോഴ്സ്മെൻറ്റിൽ 6 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ 8 നമ്പർ ഓഫ് ബാർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ 6 നമ്പർ ഓഫ് ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണ്. പിന്നെ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8 mm ഡയ ഉള്ള ബാർസ് ആണ്. അതിൻ്റെ സ്പേസിങ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ കോളം ഫൂട്ടിങ് നേരത്തെ കൊടുത്ത പോലെ തന്നെ ലീൻ കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2100 mm ഡയമീറ്റർ ആണ്, 120 mm തിക്കും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എബോവ് പോർഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്ക്വയർ ഫൂട്ടിങ്. അതിൻ്റെ സൈസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1800 mm ആണ് ഡയമീറ്റർ, 250 mm ആണ് അതിൻ്റെ തിക്നെസ്. പിന്നെ പിരമിഡൽ ഫൂട്ടിങ്, പിരമിഡൽ ഫൂട്ടിങ്ങിൻ്റെ തിക്നെസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 600 mm. ടോപ്പ് ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് ഡയമെൻഷനിൽ വരുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് 500 mm ആണ്. ബോട്ടം ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ടോപ്പ് ഡയമെൻഷൻ തന്നെയാണ്, 1800 mm ഡയ. നെക്സ്റ്റ് ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻറ്റ്. ഫൂട്ടിങ്ങിൽ കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 12 mm ഡയ ബാർസ് ആണ്. 12 നമ്പർ ഓഫ് ബാർസ് നമ്മൾ ഈച്ച് ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ സെയിം തന്നെയാണ് വരുന്നത്, ആ ഷേപ്പിൽ മാത്രം വ്യത്യാസം വരുന്നതുകൊണ്ടുള്ള മാറ്റമേ ഉള്ളൂ.
ഞാനിപ്പോൾ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് അല്ല കൊടുക്കുന്നത്, അതായത് ലീൻ ഫൗണ്ടേഷൻ്റെ എബോ കൊടുക്കുന്നത് സ്ക്വയർ ഫൂട്ടിംഗ് അല്ല കേട്ടോ, സർക്കുലർ ഫൂട്ടിംഗ് ആണ്. അല്ലെ, സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമീറ്ററാണ് അവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഐസോമെട്രിക് വ്യൂവും ഫ്രണ്ട് വ്യൂവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാവും നമുക്ക് സർക്കുലർ ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്താൽ ഉണ്ടാവുക. ഇവിടെ ഒരു കോളം ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അതിലെന്താണ് 12 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈച്ച് ഡയറക്ഷനിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊരു കവർ കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാർസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ കേസിൽ കൊടുത്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ഒരു സർക്കുലർ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഡെവലപ്മെൻറ്റ് ലെങ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററായിട്ടാണ് പൊസിഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് എന്താണ് അവിടെ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത്, കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ബാർസ് എന്ന് പറയുന്നത് 6 നമ്പേഴ്സാണ്. മിനിമം 6 നമ്പേഴ്സ് കൊടുത്തിരിക്കണം. ആ 6 നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നിലയ്ക്കാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്ത ഫിഗർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. ഈ ഒരു കാണിച്ചിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങളൊരു സർക്കുലർ കോളത്തിനെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു പ്ലാന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് ആ സെക്ഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കാണിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടാവുക പ്ലാനും സെക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് രണ്ടും ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുക. 1:20 സ്കെയിലിൽ വരയ്ക്കുക.